ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തിന് ഇന്ന് സമാപനം. 2026 മാർച്ച് 31 മുൻപ് ഛത്തീസ്ഗഡിനെ നക്സൽ വിമുക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്ര മന്ത്രിസഭ 39 അംഗങ്ങളെ ഉൾപ്പെടുത്തി വികസിപ്പിച്ചു. പുസ്തകങ്ങൾ പകരുന്ന വെളിച്ചം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ പടവാളാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോർഡർ ഗാവസ്കർ ട്രോഫി 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആദ്യ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തിന് ഇന്ന് സമാപനം. പൊതുവായ വികസന കാര്യ പരിപാടിയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഡൽഹിയിൽ നടന്ന സമ്മേളനം ഊന്നൽ നൽകിയത്. അതിവേഗ വളർച്ചയും വികസനവും കൈവരിക്കുന്നതിനായി സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനവും പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നിവയും സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന്. പരിപാടിയുടെ 117ാം പതിപ്പ് രാവിലെ 11-ന് പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി ദൂരദർശനും തത്സമയം സംപ്രേഷണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 27 വരെ സമർപ്പിക്കാം. 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും അഭിപ്രായങ്ങൾ അറിയിക്കാം. ആയുധമുപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ മാവോയിസ്റ്റുകളോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ രാഷ്ട്രപതിയുടെ പോലീസ് കളേഴ്സ് പുരസ്കാരദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2026 മാർച്ച് 31 മുൻപ് ഛത്തീസ്ഗഡിനെ നക്സൽ വിമുക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കീഴടങ്ങിയ മാവോയിസ്റ്റുകളുമായി ആശയവിനിമയം നടത്തിയ ശ്രീ അമിത്ഷാ ബസ്തർ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിലും പങ്കെടുത്തു. രാജ്യത്തെ ഉൾനാടൻ ജലപാതകൾ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഉൾനാടൻ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ജൽവാഹക് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. कार्गो हैंडलिंग करने वाला जो भी स्टेक होल्डर्स है, बिजनेसमैन है, उन लोगों से हमारा ही अपेक्षा रहेगा, आप आइए और जलमार्ग को सही उपयोग कीजिए और 5 से 111 तक राष्ट्रीय जलमार्ग की संख्या बढ़ाने का काम किया. इससे हमें सस्ते में एक जगह से दूसरी जगह तक सामान ले जाने का, लाने का और भेजने का हम काम कर सकते हैं, वो भी पर्यावरण को नुकसान ना पहुंचाते हुए. ഗംഗ ബ്രഹ്മപുത്ര നദികളിലൂടെയുള്ള ചരക്കു നീക്കം സുഗമമാക്കുകയാണ് ജൽവാഹക് പദ്ധതിയുടെ ലക്ഷ്യം. MV AAI, MV ഹോമി ബാബ, MV ത്രിശൂൽ കാർഗോ ഷിപ്പുകളും ശ്രീ സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 39 അംഗങ്ങളെ ഉൾപ്പെടുത്തി മഹാരാഷ്ട്ര മന്ത്രിസഭ വികസിപ്പിച്ചു. ഗവർണർ CP രാധാകൃഷ്ണൻ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJPയിൽ നിന്ന് 16 പേരും സഖ്യകക്ഷികളായ ശിവസേനയിൽ നിന്ന് 9 പേരും NCPയിൽ നിന്ന് 8 പേരും ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവീസ് ചടങ്ങിൽ പങ്കെടുത്തു. നാളെയാണ് മഹാരാഷ്ട്ര നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആം ആദ്മി പാർട്ടിയുടെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 38 പേരാണ് പട്ടികയിലുള്ളത്. AAP ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി സീറ്റിൽ ജനവിധി തേടും. ഡൽഹി മുഖ്യമന്ത്രി ആതിഷി കാൽക്കാജി സീറ്റിൽ മത്സരിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ ഇന്ത്യയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദിസനായകെ ചർച്ച നടത്തും. ബീഹാറിലെ ബോധ്ഗയ സന്ദർശിച്ച ശേഷം ശ്രീലങ്കൻ പ്രസിഡന്റ് ചൊവ്വാഴ്ച മടങ്ങും. മോൾഡോവയുടെ ഉപപ്രധാനമന്ത്രി മിഹായിൽ പോപ്ഷോയ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴി തുറക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടവാളാകാൻ പുസ്തകങ്ങൾ പകരുന്ന വെളിച്ചം ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ലൈബ്രറി കൌൺസിൽ പരിശീലന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ കാറും മിനി ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി മലയാള സിനിമയിലെ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന മറക്കില്ലൊരിക്കലും ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി സജി ചെറിയാൻ നടിമാരെ ആദരിച്ചു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സാന്നിധ്യത്തിന് ഈ വർഷത്തെ മേള നൽകുന്ന പ്രാമുഖ്യത്തിന്റെ അടയാളം കൂടിയാണ് ഇത്. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ മൊത്ത അറ്റ ആദായം ഏകദേശം 1.41 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. എക്കാലത്തെയും ഉയർന്ന നിലയാണിത്. അതേസമയം മൊത്ത നിഷ്ക്രിയ ആസ്തി 2024 സെപ്റ്റംബറിൽ 3.12% കുറഞ്ഞു. 2018 മാർച്ചിൽ ഇത് 14.58%. ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ഇന്നുച്ചയ്ക്ക് 1 വരെ ശരാശരി 270 രേഖപ്പെടുത്തിയത്. ചില പ്രദേശങ്ങളിൽ വളരെ ഗുരുതരമെന്ന നിലയിൽ സൂചിക 300 കടന്നു. അടുത്ത 2 ദിവസം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യതലസ്ഥാനത്തെ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. വായു മലിനീകരണം തടയാൻ വായു ഗുണനിലവാര പരിപാലന കമ്മീഷൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരമോന്നത കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. ക്ഷയരോഗമുക്ത ഭാരതം ബോധവൽക്കരണ സൌഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ ലോക്സഭാ സ്പീക്കർ ഇലവന് ജയം. ന്യൂഡൽഹിയിൽ നടന്ന മത്സരത്തിൽ രാജ്യസഭാ ചെയർമാൻ ഇലവനെയാണ് ലോക്സഭാ ടീം തോൽപ്പിച്ചത്. പാർലമെന്റ് അംഗങ്ങളിലൂടെ ക്ഷയരോഗമുക്ത രാജ്യം എന്ന സന്ദേശം ഫലപ്രദമായി ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് മുഖ്യാതിഥിയായ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. संकल्प के साथ कि 2025 तक हमें टीबी मुक्त भारत बनाना है. इस खेल कराने का मकसद यही है कि जिस तरीके से खेल में प्रतिस्पर्धा होती है अपने अपने खेल के अंदर जीतने की, उसी तरीके की प्रतिस्पर्धा है अपने अपने संसदीय क्षेत्र को टीबी मुक्त रखने का. और ये प्रतिस्पर्धा स्वस्थ प्रतिस्पर्धा है, खेल की तरफ प्रतिस्पर्धा है और इसको लक्ष्य को संकल्प को पूरा करेंगे. ലോക്സഭാ ടീമിനെ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും രാജ്യസഭാ ടീമിനെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമാണ് നയിച്ചത്. ബോർഡർ ഗാവസ്കർ ട്രോഫി 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. 2ാം ദിനം കളി അവസാനിച്ചപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 7 വിക്കറ്റിന് 405 റൺസ് എന്ന നിലയിലാണ്. ട്രാവിസ് ഹെഡും സ്റ്റീവ് സ്മിത്തും സെഞ്ചുറി നേടി. ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് സ്വന്തമാക്കി. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്നു നടന്ന മത്സരത്തിൽ കേരളത്തിന് ജയം. ഗോവയെ 4-3 കേരളം പരാജയപ്പെടുത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. നവി മുംബൈയിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ മുംബൈക്ക് 175 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത മധ്യപ്രദേശ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് നേടി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച മുംബൈ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 13 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എന്ന നിലയിലാണ്. ജൂനിയർ ഏഷ്യ കപ്പ് വനിതാ ഹോക്കി കിരീടത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ചൈനയ്ക്കെതിരെ രാത്രി 8:30 ഒമാനിലെ മസ്കറ്റിലാണ് കലാശപ്പോരാട്ടം. മധ്യപ്രദേശിലെ ഗ്വാളിയാറിലെ ഭൌമശാസ്ത്ര മ്യൂസിയം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുകയും ഭൌമശാസ്ത്ര സംരംഭങ്ങൾ പ്രദർശിപ്പിക്കുകയുമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിയത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തിന് ഇന്ന് സമാപനം. 2026 മാർച്ച് 31 മുൻപ് ഛത്തീസ്ഗഡിനെ നക്സൽ വിമുക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്ര മന്ത്രിസഭ 39 അംഗങ്ങളെ ഉൾപ്പെടുത്തി വികസിപ്പിച്ചു. പുസ്തകങ്ങൾ പകരുന്ന വെളിച്ചം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ പടവാളാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോർഡർ ഗാവസ്കർ ട്രോഫി 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആദ്യ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.